വിജയശ്രീയുടെ മരണം ഒരു കൊലപാതകമാണ്. വിജയശ്രീക്ക് എന്താണ് സംഭവിച്ചത്? ആരാണ് കുറ്റക്കാർ? ഇവിടെ 2-3 ചോദ്യങ്ങൾ പ്രസക്തമാണ്. തന്റെ ശക്തമായ തിരിച്ചുവരവ് ഒരു ആഘോഷമാക്കിയ ആ പെൺകുട്ടി അന്നത്തെ ദിവസം തന്നെ മരിക്കാൻ കാരണമെന്ന്. നമസ്കാരം. ഇന്നത്തെ സിനിമാ വിശേഷത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പഴയകാല നടിയെക്കുറിച്ചാണ്. തന്റെ 21ാമത്തെ വയസ്സിൽ വളരെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി മലയാള സിനിമയിലോട്ട് കടന്നു വന്ന ഒരു നടി. ഒന്ന് കാലുറപ്പിക്കും മുൻപേ തന്നെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഹതഭാഗ്യ. അതെ, വിജയശ്രീ. വിജയശ്രീയെ ഈ തലമുറയിലുള്ള എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ആ കാലത്ത് മലയാളത്തിന്റെ മാദക നടി എന്നറിയപ്പെട്ടിരുന്ന ഒരു അഭിനേത്രിയാണ്. തന്റെ അമ്മയ്ക്ക് പണത്തോടുള്ള അമിതമായ ആസക്തി ഒരു പരിധിവരെ വിജയശ്രീയുടെ മരണത്തിന് കാരണമായെന്ന് പഴയ കാലഘട്ടത്തിലെ പ്രമുഖരെല്ലാം ഒരേ സ്വരത്തിൽ പറയുകയുണ്ടായി. വിജയശ്രീ അഭിനയിച്ച പോസ്റ്റ്മാനെ കാണാനില്ല എന്ന സിനിമയിൽ പഴയ വില്ലൻ നടന്മാരിൽ ബലാത്സംഗ വീരൻ എന്നറിയപ്പെട്ടിരുന്ന ഗോവിന്ദൻകുട്ടി സാറ് വിജയശ്രീയെ കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. 21 വയസ്സുള്ള മാദക നടിയായ ഈ വിജയശ്രീയെ കാണുമ്പോൾ ഉൽപാദന ശേഷിയുള്ള ഒരു സിന്ധി പശുവിനെ പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് അദ്ദേഹം ഒരു സാഹചര്യത്തിൽ വിജയശ്രീയോട് പറയുകയുണ്ടായി. അത് കേട്ട ഉടനെ വിജയശ്രീ പൊട്ടിച്ചിരിക്കുകയും പിന്നെ ഒന്ന് സീരിയസ് ആയി അദ്ദേഹത്തോട് ചോദിച്ചു, സാറിന് എന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ കുഞ്ഞൊരു സുന്ദരി കുട്ടിയല്ലേ എന്ന്. പിതൃവാത്സല്യത്തോടെയുള്ള തൻ്റെ ഈ മറുപടി കേട്ടിട്ട് വിജയശ്രീ കണ്ണ് നനയാതിരിക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ടായിരുന്നെന്ന് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറയുകയുണ്ടായി. വിജയശ്രീയുടെ മരണം ഒരു കൊലപാതകമാണോ? വിജയശ്രീക്ക് എന്താണ് സംഭവിച്ചത്? ആരാണ് കുറ്റക്കാർ? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. തമിഴ്, കന്നഡ, ഹിന്ദി എന്നീ സിനിമകളിൽ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷമാണ് വിജയശ്രീ മലയാളത്തിലോട്ട് വരുന്നത്. അതറിയാവുന്ന അന്നത്തെ സിനിമാ പ്രവർത്തകരും സിനിമാ പ്രേമികളും കരുതിയിരുന്നത് വിജയശ്രീ ഒരു കന്നഡ നടിയോ തമിഴ് നടിയോ ആയിരിക്കുമെന്നാണ്. പക്ഷേ വിജയശ്രീ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്ത് മണക്കാടുള്ള ഒരു മുസ്ലിം കുടുംബത്തിലാണ്. അവർ അന്യഭാഷാ ചിത്രങ്ങളിൽ തിരക്ക് പിടിച്ച് നടക്കുമ്പോഴാണ് തൻ്റെ ജന്മനാട്ടിൽ ഒരു അവസരം വരുന്നത്. അവർ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആ കാലഘട്ടത്തിലെ ഒരു പ്രമുഖ നിർമ്മാതാവിന്റെ കമ്പനിയിൽ സ്ഥിരം നായികയാവുകയും ചെയ്തു. കരച്ചിൽ കഥാപാത്രമായാലും അത്യാവശ്യം സെക്സി ആയിട്ടുള്ള കഥാപാത്രമായിരുന്നാലും അഭിനയത്തോടുള്ള ആത്മാർത്ഥത കാരണം അവർ സന്തോഷത്തോടെ ഒരു മടിയും കൂടാതെ അഭിനയിക്കുമായിരുന്നു. അതുവഴി അവർ മലയാള സിനിമയിൽ ഒരുപാട് ആരാധകരെ സമ്പാദിക്കുകയും ചെയ്തു. ആ സമയത്താണ് ആ പ്രമുഖ നിർമ്മാതാവിന്റെ ഒരു വടക്കൻ പാട്ട് സിനിമയായ പൊന്നാരപുരം കോട്ട എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. പ്രേം നസീറിന്റെ നായികയായിട്ടായിരുന്നു വിജയശ്രീ ആ സിനിമയിൽ. വിജയശ്രീ വളരെ ഗംഭീരമായി ആ സിനിമയിൽ അഭിനയിച്ചു വരുന്ന സമയത്താണ് ആ നടിയുടെ ജീവിതം തന്നെ തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ആ സിനിമയിൽ വെള്ളച്ചാട്ടത്തിന്റെ ഇടയിൽ ഒറ്റമുണ്ട് എടുത്തുകൊണ്ട് വിജയശ്രീ കുളിക്കുന്ന ഒരു സീന് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 3 ക്യാമറ വെച്ചാണ് സീൻ ഒപ്പിയെടുക്കുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ അതിശക്തമായ ഒഴുക്ക് കാരണം അവരുടെ മുണ്ട് വെള്ളത്തിൽ ഒഴുകിപ്പോവുകയും എന്നാൽ ആ സീന് കട്ട് ചെയ്യാൻ മടി കാണിക്കാത്ത ടീം അംഗങ്ങൾ അവരുടെ നഗ്നത പൂർണ്ണമായും ഒപ്പിയെടുക്കുകയും ചെയ്തു. ഷൂട്ട് കഴിഞ്ഞ ഉടനെ വിജയശ്രീ അപേക്ഷാ സ്വരത്തിൽ നിർമ്മാതാവിനോട് പറഞ്ഞു, സാർ, എൻ്റെ ഈ നഗ്നത ഒരിക്കലും സിനിമയിൽ ഉപയോഗിക്കരുത്, എൻ്റെ കല്യാണം അടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് നിർമ്മാതാവ് വിജയശ്രീക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഉറപ്പെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആ നിർമ്മാതാവ് വിജയശ്രീയുടെ നഗ്നത ഒരു സദ്യ പോലെ കാണികൾക്ക് വിളമ്പുകയായിരുന്നു. ഈ സംഭവത്തോടുകൂടി ആകെ തകർന്നുപോയ ആ കലാകാരി സിനിമാ വീക്കിലിയായ നാനയുടെ ഒരു അഭിമുഖത്തിൽ തന്റെ ഈ ദുരനുഭവം തുറന്നു പറയുകയുണ്ടായി. ഇത് ആ നിർമ്മാതാവിനെ ചൊടിപ്പിക്കുകയും അദ്ദേഹത്തിന് ഇൻസൾട്ട് ആവുകയും ചെയ്തു. അതിനുശേഷം ആ നിർമ്മാതാവ് തന്റെ എല്ലാ സിനിമകളിൽ നിന്നും വിജയശ്രീയെ ഒഴിവാക്കി. മാത്രവുമല്ല, അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന പ്രേം നസീറിന്റെ അടുത്ത് പോയി തന്റെ ഒരു സിനിമകളിലും ഇനി വിജയശ്രീയെ നായികയാക്കില്ല എന്ന ഉറപ്പും വാങ്ങി മടങ്ങി. ഇതോടുകൂടി വിജയശ്രീ എന്ന കലാകാരിക്ക് അവസരങ്ങൾ മുടങ്ങുകയും തന്റെ കാമുകനായ ഒരു നിർമ്മാതാവ് ഇവർ തമ്മിലുള്ള കല്യാണത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. വിജയശ്രീ കടുത്ത മാനസികാവസ്ഥയിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രമുഖ നിർമ്മാതാവിന്റെ ശത്രുവായ മലയാള സിനിമയിലെ മറ്റൊരു വമ്പൻ നിർമ്മാതാവ് തന്റെ സിനിമയിൽ വിജയശ്രീയെ ക്ഷണിക്കുന്നത്. ആ പെൺകുട്ടിയുടെ മനസ്സ് അന്ന് ഒരുപാട് സന്തോഷിച്ചു. തന്റെ ശക്തമായ തിരിച്ചുവരവിന് കാരണക്കാരനായ മനുഷ്യൻ അഡ്വാൻസുമായി വരുന്ന ആ ദിവസം ഒരു ആഘോഷമാക്കാൻ അവർ തീരുമാനിച്ചു.
അതിനു വേണ്ടിയിട്ട് ഒരു പാർട്ടി നടത്തുകയും അതിൽ വേണ്ടപ്പെട്ടവരെ എല്ലാം അവർ ക്ഷണിക്കുകയും ചെയ്തു. പാർട്ടിയെല്ലാം നന്നായി കഴിഞ്ഞ് ആൾക്കാരെല്ലാം മടങ്ങിപ്പോയതിനു ശേഷം അച്ഛനും അമ്മയും വീട്ടിനകത്തോട്ട് കയറിയപ്പോൾ ചേതനയേറ്റ തങ്ങളുടെ മകളുടെ ശരീരമാണ് അവിടെ കണ്ടത്. ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി, കുറച്ചു മുമ്പ് മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലയാള സിനിമയെയും സിനിമാ പ്രേമികളെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അവർ ഈ ലോകം വിട്ടു പോയിരിക്കുന്നു. സിനിമാക്കാർക്ക് അത് എന്നത്തെയും പോലെ ഒരു ദിവസമായിരുന്നു. ഷൂട്ടിംഗ് എല്ലാം സാധാരണ പോലെ നടക്കുന്നു. ഒരിടത്തും ഒരു അനുസ്മരണമോ ഒന്നും നടക്കുന്നില്ല. നടൻ രാഘവനടക്കം കുറച്ചുപേരല്ലാതെ മറ്റാരും അങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഇവിടെ 2-3 ചോദ്യങ്ങൾ പ്രസക്തമാണ്. തന്റെ ശക്തമായ തിരിച്ചുവരവ് ഒരു ആഘോഷമാക്കിയ ആ പെൺകുട്ടി അന്നത്തെ ദിവസം തന്നെ മരിക്കാൻ കാരണമെന്ത്? മാരകമായ വിഷം ഉള്ളിൽ ചെന്ന് മരണം സംഭവിച്ചു എന്നാണ് ഡോക്ടർമാർ വിധിയെഴുതിയത്. അങ്ങനെ ആത്മഹത്യ ചെയ്യണമായിരുന്നെങ്കിൽ അവർ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ച് ഇങ്ങനെ ഒരു പാർട്ടി നടത്തുമായിരുന്നു. ഈ മരണത്തിന്റെ ദുരൂഹത അറിയാൻ വിജയശ്രീയുടെ മാതാപിതാക്കൾ ഒരുപാട് വാതിലുകൾ കയറിയിറങ്ങി. പക്ഷേ നിരാശയായിരുന്നു ഫലം. വിജയശ്രീയുടെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞത്, അവൾ ഇനി ഒരിക്കലും മലയാള സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല, അവളെ എന്നേക്കുമായി ഇല്ലാതാക്കണം. പറഞ്ഞു കേട്ടത് വിജയശ്രീയുടെ അടുത്ത സുഹൃത്തിനെ ശത്രുപക്ഷത്താക്കുകയും ആ പാർട്ടിയിൽ ആ സുഹൃത്ത് പങ്കെടുക്കുകയും മാരകമായ ആ വിഷം ഒരു ജ്യൂസിൽ കലക്കി വിജയശ്രീക്ക് ആ സുഹൃത്ത് കൊടുക്കുകയും ചെയ്തു. സന്തോഷത്തോടെ ആ ജ്യൂസ് വാങ്ങി കുടിച്ച വിജയശ്രീക്ക് ഉടനെ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ആ സുഹൃത്ത് ആ വീട്ടിൽ നിന്നും മടങ്ങിപ്പോയത്. എന്തായാലും ഹതഭാഗ്യയായ ആ നടിയുടെ മരണത്തിൽ ഒരുപാട് പേർ സന്തോഷിക്കുകയായിരുന്നു. ഇവിടെ പൊലിഞ്ഞുപോയത് 21 വയസ്സായ ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.